ഇനി വൈകിട്ടെങ്ങാനും കറക്റ്റ് 6 മണിക്ക് തന്നെ പഞ്ച് ഔട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ HR വിളിച്ച് തലേ ദിവസത്തെ ഫുൾ ഡേ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നു. മറ്റുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഇത് വളരെ നോർമലായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു ഇതായിരിക്കും അവിടുത്തെ ഒരു സമ്പ്രദായം എന്ന്. പിന്നെ ആറ്റുനോറ്റ് കിട്ടിയ ജോലിയല്ലേ, കളയാൻ അവൾക്കും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മന്ദൻ്റായി. സാലറി ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് നോക്കിയിരിക്കലല്ലാതെ കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കൊലീഗ്സിനോട് ചോദിച്ചപ്പോൾ സാലറി ഡേറ്റ് 20th ആണെന്ന്. അതായത് ഒക്ടോബറിലെ സാലറി കിട്ടുന്നത് നവംബർ 20th. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ആകെ മൊത്തം വൈബങ്ങ് ശരിയാവണില്ലായിരുന്നു. ലേബർ കോൺട്രാക്ട് എപ്പോൾ ചോദിച്ചാലും HR എന്തേലും എക്സ്ട്രാ വർക്ക് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നല്ലാതെ ലേബർ കോൺട്രാക്റ്റിനെ പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടാറുണ്ടായില്ല. മെയിൻ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ പബ്ലിക് ഹോളിഡേയ്സ് പോലും ഇവരുടെ കമ്പനിക്ക് ഓഫ് അല്ലായിരുന്നു. വീക്ക്ലി 1 day ഓഫ്, അത് അത്ര തന്നെയുള്ളൂ. 3 മാസം എങ്ങനെയോ അവൾ ആ ജോബ് കണ്ടിന്യൂ ചെയ്തു. ഈ 3 മാസത്തിൽ അവൾക്ക് ആകെ കിട്ടിയത് 1 മാസത്തെ സാലറിയാണ്. കുട്ടിയുടെ ഡേ കെയറും അവളുടെ ട്രാവൽ എക്സ്പെൻസസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ 3 മാസം അവൾക്ക് കിട്ടേണ്ടിയിരുന്ന സാലറിനേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു എക്സ്പെൻസസ്. ഇതൊരു നടക്കി പോവില്ല എന്ന് മനസ്സിലായപ്പോൾ ഓൾ റിസൈൻ ഇട്ടു. അവൾക്ക് മനസ്സിലായത് ഈ ജോയിനിങ്ങും റെസിഗ്നേഷനും ഒക്കെ അവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. നോട്ടീസ് പീരീഡ് കഴിഞ്ഞ അന്ന് HR-ന്റെ അടുത്ത് ചെന്ന് പെൻഡിങ് സാലറി ചോദിച്ചപ്പോൾ എന്തോ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് അക്കൗണ്ടിൽ ഇട്ടേക്കാം എന്ന് പറഞ്ഞു. സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ വർഷം 2 ഇപ്പോഴും HR ഫോർമാലിറ്റീസ് കഴിഞ്ഞ് അവളുടെ സാലറി കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ലേബർ കോൺട്രാക്റ്റും വർക്ക് പെർമിറ്റും ഒന്നും ഇല്ലാതെ ആരുടെ അടുത്ത് പോയി പരാതി പറയാനാ? ഇതുപോലത്തെ ഒരുപാട് കമ്പനികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. സ്പൗസ് വിസയിലുള്ളവരും വിസിറ്റ് വിസയിൽ വരുന്നവരുമാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. വർക്ക് കോൺട്രാക്റ്റ്